ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഡ്യൂടാക്ട് അക്കാദമി. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് എല്ലാം കേട്ടറ്റ് എക്സാം എഴുതുന്നവർക്കും PSC എക്സാം എഴുതുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ അധ്യായം 5 ആണ്. പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. മൂലകങ്ങൾ, ആറ്റങ്ങൾ, തന്മാത്രകൾ, സംയുക്തങ്ങൾ ഇവ എന്താണെന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു പരീക്ഷണമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഒരു ബോയിലിംഗ് ട്യൂബിൽ കാൽഭാഗം പഞ്ചസാര എടുത്ത ശേഷം പഞ്ഞി ഉപയോഗിച്ച് അടയ്ക്കുക. അതിനുശേഷം ബോയിലിംഗ് ട്യൂബ് ശക്തിയായി ചൂടാക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ എന്താണ് കാണാൻ കഴിയുന്നത്? ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ടെസ്റ്റ് ട്യൂബിൽ അവശേഷിക്കുന്നത് കരിയാണ്, അതായത് കാർബൺ. അപ്പോൾ പഞ്ചസാരയുടെ ഘടകങ്ങളാണ് കാർബണും ജലവും. ഇതിൽ കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാൻ സാധിക്കും. ഇത് കണ്ടുപിടിച്ചത് സർ ഹംഫ്രി ഡേവി ആണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചത് സർ ഹംഫ്രി ഡേവിയാണ്. 1806 അപ്പോൾ ജലത്തിൻ്റെ ഘടകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും. ഇനി ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. പഞ്ചസാര എന്ന ശുദ്ധപദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പഞ്ചസാര ചൂടാക്കിയപ്പോൾ കാർബണും ജലവും കിട്ടി. ജലത്തെ വീണ്ടും വിഭജിച്ചപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കിട്ടി. അപ്പോൾ പഞ്ചസാരയുടെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ജലത്തിൻ്റെ ഘടകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും. ഇനി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതുപോലെ സ്വർണം, വെള്ളി മുതലായ ശുദ്ധപദാർത്ഥങ്ങളെ വീണ്ടും ഘടകങ്ങളാക്കി തിരിക്കാൻ സാധിക്കില്ല. പഞ്ചസാര, ജലം എന്നീ ശുദ്ധപദാർത്ഥങ്ങളെ രാസപ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വീണ്ടും ഘടകങ്ങളാക്കി തിരിക്കാൻ സാധിക്കും. പക്ഷേ ശുദ്ധപദാർത്ഥങ്ങളായ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, സ്വർണം, വെള്ളി എന്നീ ശുദ്ധപദാർത്ഥങ്ങളെ വീണ്ടും രാസപ്രവർത്തനങ്ങളിലൂടെ ഘടകങ്ങളാക്കി തിരിക്കാൻ സാധിക്കില്ല. എന്താണ് ഇവിടെ വ്യത്യാസം? നമുക്ക് നോക്കാം. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങൾ. ഉദാഹരണം നമ്മൾ നേരത്തെ കണ്ട ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, സ്വർണം, വെള്ളി എന്നിവയെല്ലാം മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവയെ രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. ശുദ്ധപദാർത്ഥങ്ങളായ പഞ്ചസാര, ജലം എന്നിവയെ രാസപ്രക്രിയയിലൂടെ ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമ്മൾ കണ്ടു. ഇവയാണ് സംയുക്തങ്ങൾ. 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ രാസപ്രക്രിയയിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ സാധിക്കും. സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ട ജലം, പഞ്ചസാര, കാർബൺ ഡൈ ഓക്സൈഡ്, ഉപ്പ് എന്നിവ. അപ്പോൾ മൂലകങ്ങളും സംയുക്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ, എലമെൻറ്റ്സ്. രാസപ്രവർത്തനങ്ങളിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സ്. ഹൈഡ്രജൻ, കാർബൺ ഇവ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പഞ്ചസാര, ജലം, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മൂലകങ്ങൾക്ക് എങ്ങനെയാണ് പേര് വന്നതെന്ന് നോക്കാം. ആദ്യകാലങ്ങളിൽ സ്ഥലം, രാജ്യം, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേരുകൾ നൽകിയത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. പൊളോണിയം, പോളണ്ട് രാജ്യമാണ്. ക്യൂറിയം, മേരി ക്യൂറി ശാസ്ത്രജ്ഞയാണ്. ക്രോമിയം, ക്രോം നിറമാണ്. ഇൻഡിയം, ഇൻഡിഗോ നിറമാണ്. ക്ലോറിൻ, ക്ലോറോ നിറമാണ്. നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂൺ ഗ്രഹം. യൂറോപ്പിയം, യൂറോപ്പ് ഭൂഖണ്ഡം. അമരീഷ്യം, അമേരിക്ക ഭൂഖണ്ഡം. ഫ്രാൻസിയം, ഫ്രാൻസ് രാജ്യം. റുബീഡിയം, റൂബി നിറം. പ്ലൂട്ടോണിയം, പ്ലൂട്ടോ ഗ്രഹം. ടൈറ്റാനിയം, ടൈറ്റാൻ ഉപഗ്രഹം. മെൻഡലീവിയം, മെൻഡലീവ് ശാസ്ത്രജ്ഞൻ. റൂദർഫോർഡിയം, റൂദർഫോർഡ് ശാസ്ത്രജ്ഞൻ. സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബെർസീലിയസ് ആണ് കണ്ടുപിടിച്ചത്. സെലിനിയം, തോറിയം, സിറിയം, സിലിക്കൺ.
മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിംബൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരങ്ങളാണ് ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കാർബൺ ക്യാപിറ്റൽ ലെറ്റർ C, ഓക്സിജൻ ക്യാപിറ്റൽ ലെറ്റർ O, നൈട്രജൻ ക്യാപിറ്റൽ ലെറ്റർ N, ഹൈഡ്രജൻ ക്യാപിറ്റൽ ലെറ്റർ H, സൾഫർ ക്യാപിറ്റൽ ലെറ്റർ S. എന്നാൽ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചെറിയ അക്ഷരമായി കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറീലിയം Be. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഉദാഹരണം സോഡിയം നാട്രിയം Na, പൊട്ടാസ്യം കാലിയം K, കോപ്പർ കുപ്രം Cu, അയൺ ഫെറം Fe. പീരിയോഡിക് ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂലകങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് പരിചിതമായ വേറെയും മൂലകങ്ങളുണ്ട്. ഇനി ആറ്റവും തന്മാത്രയും. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഉദാഹരണം കാർബൺ. കാർബൺ ഒരു മൂലകമാണ്. കാർബൺ മൂലകം ധാരാളം ചെറുകണങ്ങൾ ചേർന്നതാണ്. ഇനി കാർബൺ കഷ്ണത്തെ വീണ്ടും ചെറുതാക്കി അതിസൂക്ഷ്മ കണങ്ങളാക്കി വിഭജിക്കുമ്പോൾ കാർബണിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഒരു കണം ലഭിക്കും. ഈ കണമാണ് കാർബണിൻ്റെ ഒരു ആറ്റം. മറ്റു മൂലകങ്ങളും ഇതേപോലെ അവയുടെ ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ആറ്റത്തിൻ്റെ വലിപ്പം. അറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അറ്റമോസ്. ഈ വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. സ്വർണത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ വ്യാസം എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഏകദേശം 3.5 കോടി സ്വർണ്ണ ആറ്റങ്ങൾ നിരനിരയായി വച്ചാൽ മാത്രമേ 1 സെൻറ്റിമീറ്റർ നീളമുണ്ടാകൂ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റങ്ങളെയും തന്മാത്രകളെയും സൂചിപ്പിക്കുന്ന വിധം നോക്കാം. ഹീലിയത്തിൻ്റെ പ്രതീകം He ആണ്. He എന്നെഴുതിയാൽ ഹീലിയം മൂലകത്തിൻ്റെ ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായാണ് കാണപ്പെടുന്നത്. ഇവ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. ഇവയുടെ തന്മാത്രകളെ He, ഹീലിയം, Ne, നിയോൺ, Ar, ആർഗൺ എന്ന് സൂചിപ്പിക്കാം. എന്നാൽ ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങൾ 2 ആറ്റങ്ങൾ ചേർന്ന തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ആറ്റത്തെ H എന്നാണ് സൂചിപ്പിക്കുക. ഹൈഡ്രജൻ തന്മാത്രയോ H2. H2 എന്നതാണ് ഒരു ഹൈഡ്രജൻ തന്മാത്ര. ചില മൂലകങ്ങൾ 2-ലധികം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളായും കാണപ്പെടുന്നുണ്ട്. ഉദാഹരണം ഫോസ്ഫറസ് P4 ആണ്. 4 ആറ്റങ്ങൾ ചേർന്നതാണ് ഫോസ്ഫറസ് തന്മാത്ര. സൾഫർ S8. 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു സൾഫർ തന്മാത്ര. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. 2 ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളെ ദ്വയാറ്റോമിക തന്മാത്രകളെന്നും 2-ലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു അറ്റോമിക് തന്മാത്രകളെന്നും പറയുന്നു. ഒരാറ്റം മാത്രമുള്ളത് ഏകാറ്റോമിക തന്മാത്രകൾ, 2 ആറ്റങ്ങളുള്ളത് ദ്വയാറ്റോമിക തന്മാത്രകൾ, 2-ലധികം ആറ്റങ്ങളുള്ളത് ബഹു അറ്റോമിക തന്മാത്രകൾ. ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം സൂചിപ്പിക്കുന്നു. ഉദാഹരണം ഹീലിയം. ഹീലിയം എന്ന് പറയുന്നത് ഏകാറ്റോമിക തന്മാത്രയാണുള്ളത്. 2He എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അവിടെ ഹീലിയത്തിൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്, എത്ര തന്മാത്രകളുണ്ട്? 2 തന്മാത്രകളും 2 ആറ്റങ്ങളുമാണ് ഉള്ളത്. ഇനി 3 ആർഗൺ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ആർഗണിൻ്റെ എത്ര തന്മാത്രകളുണ്ട്, എത്ര ആറ്റങ്ങളുണ്ട്? 3 തന്മാത്രകളും 3 ആറ്റങ്ങളും. കാരണം ഹീലിയം, ആർഗൺ ഇവ ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ്. ബഹു അറ്റോമിക തന്മാത്രകളിൽ തന്മാത്രയുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്ത് സൂചിപ്പിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്ത് സൂചിപ്പിക്കുന്നു. ഉദാഹരണം ഹൈഡ്രജൻ H2 എന്നാണെങ്കിൽ അവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണുള്ളത്. ഇത് ഒരു ഹൈഡ്രജൻ തന്മാത്രയാണ്. 2 ആറ്റങ്ങളും ഒരു തന്മാത്രയും. ഇനി 2P4 എന്നാണെങ്കിൽ ഫോസ്ഫറസിൻ്റെയാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കുക. 2P4. ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിൽ 4 ഫോസ്ഫറസ് ആറ്റങ്ങളുണ്ട്.
അതുപോലെ 2 തന്മാത്രകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2P4 എന്ന് പറയുമ്പോൾ 2 ഫോസ്ഫറസ് തന്മാത്രകൾ. അതിൽ എത്ര ആറ്റങ്ങളുണ്ട്? ഒരു തന്മാത്രയിൽ 4 ആറ്റങ്ങൾ, 2 തന്മാത്രയിൽ 8 ഫോസ്ഫറസ് ആറ്റങ്ങളാണ് ഉള്ളത്. ചുവടെ തന്നിരിക്കുന്ന പട്ടികയിൽ തന്മാത്രകളുടെ എണ്ണം, ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്നിവ എഴുതുക. ഒന്നാമത്തത് O2 ഓക്സിജൻ ആണ്. എപ്പോഴും തന്മാത്രകളുടെ എണ്ണം ഇടതുവശത്തായിട്ടാണ് എഴുതുക, ആറ്റങ്ങളുടെ എണ്ണം വലതുവശത്ത് താഴെയായിട്ടാണ് എഴുതുക. ഓക്സിജൻ O2 തന്മാത്രകളുടെ എണ്ണം അവിടെ 1 എഴുതിയിട്ടില്ല, അപ്പോൾ 1 എന്നാണ് എടുക്കേണ്ടത്. 1. ആകെ ആറ്റങ്ങളുടെ എണ്ണം O2 എന്നാണ്, അതുകൊണ്ട് ആറ്റങ്ങളുടെ എണ്ണം 2. 2N2 നൈട്രജൻ തന്മാത്രകളുടെ എണ്ണം 2, ആറ്റങ്ങളുടെ എണ്ണം 2 ഗുണം 2 4. 6Cl2 തന്മാത്രകളുടെ എണ്ണം 6 ആണ്. ക്ലോറിൻ തന്മാത്രകളുടെ എണ്ണം 6 ആണ്. ആകെ ആറ്റങ്ങളുടെ എണ്ണം 6 ഗുണം 2 12. 2He തന്മാത്രകളുടെ എണ്ണം 2, ആകെ ആറ്റങ്ങളുടെ എണ്ണം 2. 5Na സോഡിയമാണ്. തന്മാത്രകളുടെ എണ്ണം 5 ആണ്, 5 ആണ്. ആകെ ആറ്റങ്ങളുടെ എണ്ണം 5 ആണ്. O3 ഓസോൺ ആണ്. തന്മാത്രകളുടെ എണ്ണം 1, ആറ്റങ്ങളുടെ എണ്ണം 3. അടുത്തത് ഫോസ്ഫറസ് ആണ്. P4 തന്മാത്രകളുടെ എണ്ണം 1, ആകെ ആറ്റങ്ങളുടെ എണ്ണം 4. ഇനി എന്താണ് സംയുക്തങ്ങൾ എന്ന് നോക്കാം. സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയവയാണ് സംയുക്തങ്ങൾ. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയവയാണ് സംയുക്തങ്ങൾ. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ജലം, പഞ്ചസാര, മെർക്കുറിക് ഓക്സൈഡ് ഇവയെല്ലാം സംയുക്തങ്ങൾക്ക് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന് ഉദാഹരണങ്ങളാണ്. വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഇനി ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഓക്സിജൻ. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറിൻ. ജലം നമ്മൾ കണ്ടു, ഹൈഡ്രജൻ ഓക്സിജൻ. പഞ്ചസാരയും നമ്മൾ കണ്ടതാണ്, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. മെർക്കുറി ഓക്സൈഡ്, മെർക്കുറി ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണ്. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എപ്പോഴും 1:2 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്മാത്രയെ CO2 എന്ന് സൂചിപ്പിക്കാം. ഈ വിധത്തിൽ തന്മാത്രയെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ 1, ഓക്സിജൻ 2, രാസസൂത്രം CO2. ജലം, ഹൈഡ്രജൻ 2 ആറ്റങ്ങൾ, ഓക്സിജൻ 1 ആറ്റം, രാസസൂത്രം H2O. സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയുടെ രാസസൂത്രമാണ് H2SO4. ഒരു സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? H2SO4 എന്നാണ് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ, 1 സൾഫർ ആറ്റം, 4 ഓക്സിജൻ ആറ്റങ്ങൾ. അപ്പോൾ H2SO4ൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ഹൈഡ്രജൻ, 1 സൾഫർ, 4 ഓക്സിജൻ, 7 ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ 2H2SO4 ആയാലോ, 2 സൾഫ്യൂരിക് ആസിഡ് തന്മാത്രകളായാലോ, ആകെ 2 ഗുണം 7 14 ആറ്റങ്ങൾ ഉണ്ട്. ഇനി ചുവടെ കൊടുത്ത സംയുക്ത തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണം നമുക്ക് നോക്കാം. CO2 ഒരു കാർബൺ, 2 ഓക്സിജൻ, 3 ആറ്റങ്ങളുണ്ട്. 5H2O ജലത്തിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും, ആകെ 3 ആറ്റങ്ങൾ, 3 ഗുണം 5 15 ആറ്റങ്ങൾ. 7NH3 അമോണിയ, നൈട്രജൻ 1 ആറ്റം, ഹൈഡ്രജൻ 3 ആറ്റങ്ങൾ, 4 ആറ്റങ്ങളാണ് അമോണിയയിൽ മൊത്തമുള്ളത്. 7NH3 എന്ന് പറയുമ്പോൾ 7 × 4 28 ആറ്റങ്ങളാണുള്ളത്. ഇതേപോലെ ബാക്കിയുള്ള 3 സംയുക്തങ്ങളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കുക. രാസസമവാക്യങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻസ്. സിങ്ക് എന്ന മൂലകത്തിൻ്റെ പ്രതീകം എന്താണ്? Zn. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രമോ? HCl. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിലുള്ള പ്രവർത്തനം നമുക്ക് എഴുതി നോക്കാം. Zn + 2HCl gives ZnCl2 + H2.
ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അഭികാരകങ്ങളും പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നത് ഉൽപ്പന്നങ്ങളുമാണ്. എങ്കിൽ മുകളിലെ രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഏതെല്ലാമാണ്, ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? അഭികാരകങ്ങൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഉൽപ്പന്നങ്ങൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. ഒരു രാസവാക്യം എഴുതുമ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ സമീകൃത രാസസമവാക്യങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നു.